ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. കുറേ നാളായല്ലേ ഈ വഴിക്കൊക്കെ വന്നിട്ട്. നാട്ടിലായിരുന്നു, ഇപ്പോൾ UAE തിരിച്ച് വന്നിട്ട് ഏകദേശം 1.5 ആഴ്ചയായി. അപ്പം നാട്ടിലുള്ള സമയത്ത് ഫുൾ ബിസി ആയിരുന്നു. നാട്ടിൽ പിന്നെ ഫങ്ഷൻസും കാര്യങ്ങളും അതുപോലെ ലാസ്റ്റ് വരാനാകുമ്പോഴേക്ക് ഉള്ള ഒരുക്കങ്ങളും എല്ലാം ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരു മൈൻഡിലായിരുന്നില്ല. പിന്നെ അതിനിടയിൽ എൻ്റെ ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളായി ഫുൾ ബിസി ആയിരുന്നു കേട്ടോ നാട്ടിലുള്ള സമയത്ത്. ഇവിടെ വന്നതിന് ശേഷവും നമുക്കിപ്പം റൂം ഷിഫ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ വന്നിട്ടും ഞാൻ ഫുൾ ബിസി ആയിട്ടാണ് ഉള്ളത്. എന്നിരുന്നാലും എന്തായാലും വീഡിയോസൊക്കെ അത്യാവശ്യം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ളോഗിലൊരു നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അതിനിടയിൽ വയനാട്ടിലെ ദുരന്തം നമ്മളെല്ലാവരെയും ഭയങ്കര സങ്കടത്തിലേക്കാക്കിയൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതൊക്കെ കണ്ടും കേട്ടും ശരിക്കും മനസ്സൊക്കെ മരവിച്ച ലെവലിലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പം അത് വല്ലാത്തൊരു സങ്കടകരമായ വാർത്ത തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും നമ്മളുടെ ഇടയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട്ടിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള പോത്തും കാലിൻ്റെ റെസിപ്പി, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡ് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കത് ഉണ്ടാക്കാമെന്നുള്ളത്. बस एक दे दो बड़ा वाला, वो जो नमकीन के लिए ना. ഹസ്ബൻഡ് അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ലെഗ് പീസാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇത് തന്നെ ഏകദേശം 1.5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒറ്റൊരു പീസ് വെച്ചിട്ടാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇനിയിപ്പം ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു ഉള്ളിയും ഈ ഒരു പച്ചമസാല വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം 1.5 hours അടുത്ത് തന്നെ സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് വേവിൽ ആ ഒരു ബീഫ് കിട്ടുള്ളൂ. 10 to 15 cloves ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ കുക്കറിലുള്ള ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഉള്ളിയും ഈ ഒരു ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി വഴറ്റിയതിന് ശേഷം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇതെന്തായാലും സ്ലോ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല രീതിയിൽ കുക്കായി കിട്ടും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ബീഫ് കഴുകിയെടുക്കുന്നതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ അത് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയാം. എനിക്ക് ഈ മീറ്റ് ഐറ്റംസൊക്കെ ഇങ്ങനെ വലിയ സൈസിൽ കാണുന്നത് എന്തോ ഒരു മനസ്സിനൊരു മടുപ്പാണ്. അപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചെറിയ സൈസിലുള്ള 3-4 പീസ് പോത്തുംകാല് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതാ കുക്കറിലേക്ക് ഈ ഒരു പോത്തുംകാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ മീഡിയം സൈസ് കുക്കറായിരുന്നു. അതിൽ സൈസ് പാകമാകത്തോണ്ട് ഞാൻ എന്താക്കി വേറൊരു വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ മസാലകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി പച്ചമസാല വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇനി മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വലിയ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും മീറ്റ് ഒന്ന് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇനായ ഇതാ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓൺലൈൻ സ്കൂളിംഗ് ആണ്. അതായത് ആൽബഡോ എഡ്യൂക്കേറ്റർ എന്ന ടീമിൻ്റെ കൂടെയാണ് അവൾ ഓൺലൈൻ സ്കൂളിംഗ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവരാണ് ഇവൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത്. മകൾ ഹൈസ്കൂൾ ക്ലാസ്സസിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ, അതായത് സയൻസ് മാത്സ് സബ്ജക്ട്സിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് മക്കളാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് കുറച്ച് വീക്കായി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ ആണ് നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോഴൊക്കെ നമുക്ക് വീക്കായി തുടങ്ങുന്ന സബ്ജക്ട്സിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആൽബഡോ എഡ്യൂക്കേറ്ററെ കോൺടാക്ട് ചെയ്യാം. What will be the greatest number with this, and what will be the smallest one? 4057. Oh, so you know about the zero variation, right? Yeah. ഇവരുടെ ഓൺലൈൻ സ്കൂളിംഗ് എന്തുകൊണ്ടും മക്കൾക്ക് ഉപകാരപ്പെടും. ഒരു മെൻറ്റർ സഹായം കൂടി ഇവർക്ക് ലഭിക്കുന്നതാണ്. അതായത് ഓരോ സബ്ജക്റ്റ് വൈസ് ടീച്ചേഴ്സ് ഉണ്ടാവും, ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്റർ കൂടി ഉണ്ടാവും. അപ്പം മക്കളുടെ അക്കാദമിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മെൻറ്ററാണ് മോണിറ്റർ ചെയ്യുന്നത്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ ചെയ്യുന്നത് മക്കളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ ബേസ് ആദ്യം അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഓരോ സബ്ജക്റ്റിലും നമുക്ക് ബേസ് ക്ലിയർ ആയാലും മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അവർ ബാക്കിയുള്ളത് പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. 1 year ഓൺലൈൻ സ്കൂളിംഗ് പ്രോഗ്രാമാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്യൂഷൻ ക്ലാസ്സസ് തന്നെ കൂടുതൽ അറ്റൻഷൻ കിട്ടേണ്ടത് ഏത് സബ്ജക്റ്റിനാണോ ആ ഒരു സബ്ജക്ട്സ് നമുക്ക് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കാം. അപ്പം മുഴുവൻ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ സ്കൂളിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് നല്ല രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ആൽബഡോ എഡ്യൂക്കേറ്റർ ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മെൻറ്റർ സഹായത്തോടു കൂടി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ മക്കൾ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടി എല്ലാം കൊണ്ട് ഈസി ആയിരിക്കും അവരുടെ അക്കാദമിക്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൽബഡോ എഡ്യൂക്കേറ്ററിൻ്റെ ഓൺലൈൻ സ്കൂളിങ്ങിൽ മാത്സ് ആൻഡ് സയൻസ് സബ്ജക്ട്സിലാണ് ഞാൻ എൻ്റെ മോൾക്ക് ട്യൂഷൻസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അതിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. മുൻപും ഇവൾക്ക് ട്യൂഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു ടീം തന്നെയാണ് കേട്ടോ. അതുപോലെ കിൻഡർ ഗാർഡൻ പിന്നെ വെക്കേഷൻ ക്ലാസ്സസൊക്കെ അവർ വേറെയും പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ഈ ഒരു വെക്കേഷൻ ക്ലാസ്സസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ട്യൂഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ ടീം ആൽബഡോ എഡ്യൂക്കേറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാം. ആൽബഡോ എഡ്യൂക്കേറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിതാ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ലിങ്കും ഇൻസ്റ്റഗ്രാം ലിങ്കും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ റേറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് അവരുടെ എല്ലാ ക്ലാസ്സസിനും തന്നെ. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോത്തുങ്കാലിൻ്റെ കൂടെ നമ്മൾ ഗീ റൈസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൽക്കപ്പൻ്റെ ഫുൾ പണി സാറ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവളാണ് അതിന് എക്സ്പേർട്ട്. ഞാനത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം ഒന്നും തന്നെ നോക്കിയില്ല. നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത തേങ്ങ ആവശ്യമുണ്ട്. അപ്പം ബീഫ് വേവുന്ന ആ ഒരു ടൈമിൽ ഞാനിതാ തേങ്ങ വറുത്തെടുക്കുകയാണ്. ഒരു തേങ്ങയുടെ 1/4 പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ തേങ്ങ. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം വലിയ ജീരകമാണ്, അതുപോലെ മുഴുവൻ കുരുമുളകും. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടിത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം.
ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഞാൻ ആ സെയിം പാനിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ബീഫിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഒരു ഉള്ളി കൂടി ആവശ്യമുണ്ട്. നേരത്തെ ഇട്ടത് ഒരു 2.5 ഉള്ളിയോളമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വഴറ്റി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പം വീണ്ടും നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റാനുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു കഷ്ണം ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ ബേ ലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ ഉള്ളി തന്നെയാണ് വീണ്ടും ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3.5 കഷ്ണത്തോളം ഉള്ളി ഞാൻ ടോട്ടലി ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ ഉള്ളി ആ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഉള്ളി സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തേങ്ങ വറക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്തും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് തക്കാളിയാണ്. അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ അത്രയേ വേണ്ടുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിലേക്ക് കുരുമുളക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒരു 2-3 അല്ലി മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ. അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങൻ്റെ അരപ്പും പിന്നെ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എരിവൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഉള്ളിയും ഒരു സ്വീറ്റ് ഫീലാണ്, പിന്നെ തേങ്ങയും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തു. നന്നായി സോഫ്റ്റായ രീതിയിലായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേവിച്ച ബീഫും അതിൻ്റെ കൂടെയുള്ള ആ ഗ്രേവി എല്ലാം തന്നെ ഈ ഒരു മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ബീഫ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് സ്ലോ കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 20 മിനിറ്റോളം സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൽക്കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വറുത്ത തേങ്ങ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു 20 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. മസാലകളെല്ലാം തന്നെ ഈ ബീഫ് അത്യാവശ്യം വലിയ സൈസ് ബീഫായതുകൊണ്ട് എല്ലാം ഞാൻ വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പോത്തുംകാല് റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഗാർണിഷിങ്ങിനായിട്ട് കുറച്ചുകൂടി മല്ലിയില അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ഗ്രേവി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാം സെർവ് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ പോത്തുംകാലിൻ്റെ ഒരു പീസ് പോലും ചെറിയൊരു പീസ് കഴിച്ചെന്നല്ലാതെ ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് മീറ്റൊക്കെ പൊതുവേ എനിക്ക് ബീഫ് വലിയ ഇഷ്ടമല്ല. ഈ മീറ്റൊക്കെ ഈ വലിയ സൈസിൽ കാണുന്ന സമയത്ത് എനിക്ക് തീരെ എന്തോ, ഈവൻ ചിക്കൻ ആയാലും വലിയ സൈസ് ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്കെന്തോ കഴിക്കാനൊരു മടുപ്പ് പോലെയാണ്. എന്തായാലും ഞാൻ കഴിച്ചില്ലെങ്കിലും ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.